ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ട് ഞായറാഴ്ച. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അമ്പലത്തേക്ക് പോകാമെന്ന്. എന്തായാലും ഞായറാഴ്ചന് ഒഴിവാണ്, അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി പോകാമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ ചെടുന്നനെ എടുത്ത് പുറപ്പെട്ടതാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടാണ് വീഡിയോസൊക്കെ എടുക്കണത്. ചെരുപ്പെല്ലാം ഊരി വെച്ച് ഞങ്ങൾ ഇതാണ്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അകത്ത് പോയി നിന്ന് തൊഴുകാമെന്ന് പറഞ്ഞ് കയറി ഞങ്ങൾ ദാണ്ടെ തൊഴുതു ഇറങ്ങിയിട്ടോ. ഉള്ളിലുള്ള വീഡിയോസ് എടുത്തില്ല കേട്ടോ, എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ പോയി ആലിൻചോട്ടിലെല്ലാം പോയി, അവിടെയും പോയി ഗൗളീനെല്ലാം കണ്ടു കേട്ടോ. കണ്ട് തൊഴുതിട്ട് ഇറങ്ങി. കുറച്ച് നേരം ദാണ്ടെ ഇവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ പിള്ളേരാണെങ്കിൽ ഒരു ഭാഗത്ത് പറഞ്ഞാൽ കേൾക്കണില്ല. പിന്നെ അവിടെ നിന്ന് ചോട്ടിലോട്ട് കുണ്ടിലയ്യപ്പനോട്ട് അവിടേക്ക് ഇറങ്ങിയിട്ടോ. കുത്തനെയുള്ളതാണ്, നല്ല വഴുക്കലുണ്ടായിരുന്നു. സൂക്ഷിച്ചും കണ്ടും വേണം ഇറങ്ങാനായിട്ട്. പിന്നെ അവിടെ പാമ്പങ്കാവ് ഉണ്ടായിരുന്നു, പാമ്പങ്കയിലെ കോളാണ് കേട്ടോ. അവിടെയും തൊഴുതാണ്ട് മുകളിലോട്ട് പോകണം. കുത്തനെയാണ്. പിള്ളേരൊക്കെ ആരോ പറഞ്ഞ പോലെ പിടിച്ച് കയറുന്നുണ്ട്. പിന്നെ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണിച്ചു. പിന്നെ ഇത്തിരി നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും മഴ വന്നത് ഓടി കയറി. പിള്ളേർ താണ്ട് നല്ല ഡാൻസിലാണ്. അവർക്ക് എന്തൊക്കെയോ കിട്ടിയ പോലെയാണ് കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ നല്ലൊരു മനസ്സിലൊരു സമാധാനമാണ്. ഇനിയിപ്പോൾ ഈ മാസം ഫുള്ളായിട്ട് നല്ലൊരു ഭക്തിപരമായ മാസമായതുകൊണ്ട് തന്നെ ഈ മാസം ഫുള്ളും അമ്പലങ്ങളിലോട്ടായിരിക്കും നടത്തം മൊത്തം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. ഇവിടെ ഇരുന്ന് വലിയൊരു ആലുണ്ടായിരുന്നു കേട്ടോ. ആല് വീണ് പോയി. ഇപ്പോൾ ചെറിയൊരു ആല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. ഇതെൻ്റെ മോള് വീഡിയോ എടുത്താണ് കേട്ടോ. അതാണ് ഈ ചിരിഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ പോയി നടന്ന് നോക്കിയപ്പോൾ എന്താ അന്നദാനത്തിൻ്റെ അവിടെ നല്ല തിരക്കാണ്. ആ തിരക്കിൽ കൂടെ പോയി ഞങ്ങൾ നിന്ന് ക്യൂ എല്ലാം നിന്നിട്ട് 2-3 ട്രിപ്പ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോഴേക്കും. പിന്നെ അവിടെ നിന്ന് കുറേ നേരം അവിടെ നിന്നു. വെളിയിലാണെങ്കിലോ നല്ല മഴ പറഞ്ഞ് നല്ല മഴയാണ്. ഈ അറ്റത്ത് നിന്ന് അറ്റം വരെ ക്യൂ ഉണ്ട് കേട്ടോ. നല്ലൊരു കാറ്റുമഴയാണ്. പിന്നെ അവിടേക്ക് പിന്നെ അങ്ങനെ മഴച്ചാറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ക്യൂ എല്ലാം നിന്നപ്പോഴേക്കും നല്ല ശീവേലി എല്ലാം വന്ന് അവിടെ നിന്ന് വീഡിയോസ് എടുക്കുന്നവർ തൊഴുകുന്നുണ്ട്. അങ്ങനെ ശീവേലി 2-3 തവണ പോയി കഴിഞ്ഞേട്ടാ. ഈ കൊട്ടും പാദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നല്ലൊരു സമാധാനം ശാന്തിയൊക്കെ വന്ന് തുടങ്ങണ്ടായിരുന്നു കേട്ടോ. ശീവേലി തിരിഞ്ഞു വന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഞങ്ങൾ നടന്നതാണ്ട് മുൻവശത്തോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് പോയി ഭക്ഷണമെല്ലാം കിട്ടി. ഞങ്ങൾ പിന്നെ ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നെ കുറച്ച് തിരക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പേടിച്ചെടുത്തതിന് തന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പാറിൻ്റെ മുകളിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് പാറിൻ്റെ മുകളിൽ കൂടെ പോകാൻ കേട്ടോ. പാറിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിലോ നല്ല കഴിഞ്ഞാൽ പിന്നെ അത്ര അധികം ഞങ്ങൾ ഈ അമ്പലത്തിലോട്ട് പോയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഇടയ്ക്ക് അമ്പലത്തിൽ പോകാനായിരുന്നു. രേഖോട്ടനെ കൊണ്ടല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു പോകാൻ. കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ എവിടേക്കും നേരെ വണ്ണം പോയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഏട്ടൻ്റെ കൂടെ മാത്രമാണ് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ. ഇപ്പോഴാണ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊന്ന് പോകണത്. അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. പിന്നെ ദാണ്ട് ഇവിടെ മുന്നത് വരച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ വരച്ചിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി. ബസ്സിലിരുന്നത് കൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊന്ന് പോയി കിടന്നുറങ്ങിയിട്ടേക്ക് നല്ല തലവേദനയുണ്ട്. ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്നുറങ്ങാൻ പോയി. മോളെ എനിക്ക് ശല്യം ചെയ്തിട്ട് ഉറങ്ങാനും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് എണീച്ചു. ചായയെല്ലാം വെച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ ഞങ്ങൾ ഇരുന്നു കേട്ടോ. രാവിലെ ഉണ്ടാക്കിയ ദോശ ഉണ്ടായിരുന്നു, മസാലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. ഏട്ടനാണെങ്കിൽ ഫോണും നോക്കിയിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത്